സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കുണ്ടായിരിക്കും. നല്ല തിരക്കാകുമ്പോൾ നമുക്ക് അവിടെ ഉള്ളിൽ കയറി തൊഴാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ മനസ്സിന് പ്രയാസപ്പെട്ട് പോരേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട ദേവനും ഭഗവാനും ദേവിയും എല്ലാവരും കുടികൊള്ളുന്നത്. നമ്മുടെ ഹൃദയം നന്നായാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ വേണ്ടപ്പെട്ട ദേവനായാലും ദേവിയായാലും കണ്ണനായാലും ശിവനായാലും എല്ലാവരും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. എത്ര അകലെ നിന്ന് നമ്മൾ നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞാലും അടുത്ത് നിന്ന് പറഞ്ഞാലും എല്ലാതും ഒരുപോലെ തന്നെയാണ്. ചിലപ്പോൾ തിക്കും തിരക്കും ബഹളത്തിനുള്ളിൽ ഇടികൂടി തളർന്ന് ചിലപ്പോൾ വശം കെട്ടിട്ടൊക്കെ അവിടെ ചെന്നിട്ട് ഒന്ന് കണ്ടിട്ട് അയ്യോ ഞാൻ മനസ്സ് നിറച്ച് കണ്ടു, നമുക്കൊന്നിനും നേരം കിട്ടിയൊന്നുമില്ല. ഭഗവാന്റെ ഒരു ദീപം അങ്ങ് അകലെയാണെങ്കിലും ഭഗവാന്റെ എഴുത്ത് കത്തിച്ചുള്ള ദീപമെങ്കിലും നമുക്കൊന്ന് അകലെ നിന്ന് കാണാൻ പറ്റിയാൽ മതി. അല്ലാതെ നമ്മൾ അവിടെ ചെന്ന് നമുക്ക് കാക്കൽ വീണിട്ട് നമുക്കൊന്നും പറയാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. തിരക്കല്ലേ, ഭയങ്കര തിരക്കല്ലേ. നമ്മുടെ വീട്ടിൽ നിന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാലും നമ്മുടെ ഭഗവാൻ കേൾക്കും. നമ്മൾ മനസ്സിലേക്ക് ശുദ്ധമായ മനസ്സോട് കൂടിയിട്ട്, കളങ്കമില്ലാത്ത മനസ്സോട് കൂടിയിട്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക. നല്ല ബുദ്ധിയും നല്ല ചിന്തകളും നല്ല പ്രവർത്തികളും ചെയ്യാനായിട്ട് സാധിക്കണേ. സ്വത്തും അതിലൊന്നല്ല, നമ്മൾക്ക് വേണ്ടത് നല്ല ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാനും നല്ല ചിന്തയോടുകൂടി മുന്നോട്ട് പോകാനും നല്ല വഴികൾ തിരഞ്ഞെടുക്കാനും നല്ലത് ചെയ്യാനും കഴിയണേ. അപ്പം നമുക്ക് എല്ലാതും ആയി, സന്തോഷമായി, സമാധാനമായി, ഐശ്വര്യമായി വീട്ടിൽ. അതാണ് നമുക്ക് വേണ്ടത്. കുറേ സ്വത്തുണ്ടായി മനസ്സമാധാനം അല്ലെങ്കിൽ എന്തിനു കൊള്ളും അല്ലേ? മക്കൾ ചൊവ്വില്ല, അല്ലെങ്കിൽ ഭർത്താവ് ചൊവ്വില്ല, ഭാര്യ ചൊവ്വില്ല, വീട്ടിലുള്ള സമാധാനം ഇല്ലാണ്ട് അസുഖങ്ങൾ തന്നെ വന്നു കഴിഞ്ഞില്ല എല്ലാം. അപ്പം നമുക്ക് എന്താ വേണ്ടത്? ഭഗവാനോട് പറയേണ്ടത് മനസ്സമാധാനമായി ജീവിക്കാനും നല്ല ബുദ്ധി തരണേ, നല്ലത് വരുത്തണേ, നല്ല കൂടുതൽ പറയേണ്ടത്. നല്ലത് മാത്രം ചിന്തിച്ചിട്ട് ഭഗവാനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താവും തരം? വരേണ്ടതൊക്കെ വരും ചെയ്യും, അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിക്കും വേണം. ഭൂമിയിൽ വന്ന് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം അനുഭവിക്കണം അല്ലേ? അപ്പം നമ്മളെന്ത് നല്ല ബുദ്ധി തരണേ ഭഗവാനെ, നല്ലത് ചിന്തിക്കാൻ കഴിയണേ, നല്ല വഴി കാണിച്ചു തരണേ, അതേ വേണ്ടൂ. പിന്നെ അധ്വാനിക്കുക. നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം നമ്മൾ അധ്വാനിച്ച് നമ്മൾ ജീവിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം കൊണ്ട് നമുക്ക് പറ്റുന്നവർക്ക് എന്തെങ്കിലും ഹെൽപ്പും ചെയ്യുക, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുക. അതുപോലെ അവർക്കും ജോലി ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അത്രയല്ലേ വേണ്ടൂ. ഹരേ കൃഷ്ണ.